السلام عليكم ورحمة الله. الحمد لله وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം അൽഹംദുലില്ലാ നമ്മൾ വീണ്ടും പരിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീർ അതിലേക്ക് കടക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യസന്ധമായി ശരിയായ തെളിവുകളുടെയും പ്രമാണങ്ങളുടെയും അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാനും സത്യത്തിൻ്റെ കൂടെ ഹക്കിൻ്റെ കൂടെ ഉറച്ചു നിൽക്കാനും അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്താനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുകയും അങ്ങനെ ഹൃദയത്തിൻ്റെ ഒരു വസന്തമായി അള്ളാഹു ഖുർആനിനെ നമ്മൾക്ക് വേണ്ടി മാറ്റിത്തരുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ബിഇദ്നില്ലാഹ്. ഇപ്പം നമ്മൾ സൂറത്ത് ബഖറയിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട് വന്ന ഭാഗങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ആയത്തുകൾ നമ്മൾ വായിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല 204 സൂറത്ത് ബഖറയിലെ 204-ാമത്തെ ആയത്ത് മുതലാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ വായിക്കുന്നത്, ഹജ്ജുമായി ബന്ധപ്പെട്ട ഭാഗത്തിന് ശേഷം. ومن الناس من يعجبك ومن الناس من يعجبك قوله في الحياة الدنيا. ومن الناس, ജനങ്ങളിൽ ചില ആളുകളുണ്ട്, ചില കൂട്ടരുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത? മൻ യുഅ്ജിബുക ഖൗലുഹു ഫിൽ ഹയാത്തി ദുനിയ. അവരുടെ സംസാരങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തും. ദുനിയാവിൽ അവരുടെ സംസാരങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തും, ആശ്ചര്യപ്പെടുത്തും. അവരുടെ സംസാരം കേട്ടാൽ നിങ്ങൾ യുഅ്ജിബുക, അവർ നിങ്ങളെ അത്ഭുതപ്പെടുത്തും. നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നുന്ന രീതിയിൽ സംസാരിക്കുന്ന ആളുകളാണ് അവർ. വയുഷ്ഹിദുല്ലാഹ അലാ മാ ഫീ ഖൽബി. അവരുടെ സംസാരം നിങ്ങളെ അത്ഭുതപ്പെടുത്തുക എന്നുള്ളത് മാത്രമല്ല, വയുഷ്ഹിദുല്ലാഹ്, അവർ അള്ളാഹുവിനെ സാക്ഷ്യം പറയും. അതായത് വല്ലാഹി നമ്മൾ പറയല്ലോ, അതുപോലെ അള്ളാഹുവിനെ സാക്ഷി നിർത്തും. അലാ മാ ഫീ ഖൽബി, തങ്ങളുടെ ഹൃദയത്തിലും ഇത് തന്നെയാണുള്ളത്. നാവുകൊണ്ട് പറയുന്ന, നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന അത്ഭുതപ്പെടുത്തുന്ന വലിയ വലിയ നല്ല കാര്യങ്ങളൊക്കെ അവരിങ്ങനെ പ്രസംഗിക്കും, പറയും. എന്നിട്ട് അവർ പറയും ഇത് തന്നെയാണ് ഞങ്ങളുടെ ഖൽബിലും ഉള്ളത്. അവരത് വെറുതെ പറയാൻ മാത്രമല്ല, മറിച്ച് അവരതിനെന്ത് ചെയ്യും? അള്ളാഹുവിനെ സാക്ഷി നിർത്താൻ. അങ്ങനെയുള്ള ചില ആളുകളുണ്ട്. അപ്പൊ അവർ നാവ് കൊണ്ട് വലിയ നല്ല നല്ല കാര്യങ്ങൾ പ്രസംഗിക്കുകയും പറയുകയൊക്കെ ചെയ്യും. അതിൻ്റെ കൂടെ അവർ അള്ളാഹുവിനെ സാക്ഷി നിർത്തുകയും ചെയ്യും. എന്തിന്? ഞങ്ങൾ ഈ പറഞ്ഞത് തന്നെയാണ്, അലാ മാ ഫീ ഖൽബി, ഞങ്ങൾ ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഹൃദയത്തിലും ഉള്ളത് എന്നതിനു വേണ്ടി. ഇതാണ് അവരുടെ അവസ്ഥ. ഇനി സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് ബാക്കിയുള്ള ഭാഗം വഹുവ അലദ്ദുൽ ഖിസാം എന്നിട്ട് അല്ലാഹ് പറയാൻ, വഹുവ അലദ്ദുൽ ഖിസാം. എന്നിട്ട് അവരുടെ അവസ്ഥ എന്താണ്? അവർ വളരെ ശക്തിയായി തർക്കിക്കുന്നവരുമായിരിക്കും. അവര് അലദ്ദുൽ ഖിസാം, വളരെ അധികമായി തർക്കിക്കുന്നവരുമായിരിക്കും അവർ. അപ്പൊ എന്താണ് ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? അള്ളാഹു ഈ ആയത്തിൽ പറയുന്നത് കടുത്ത മുനാഫിഖുകളായ കപടവിശ്വാസികളായ ആളുകളാണ്. കപടവിശ്വാസികളെ കുറിച്ചാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഇതിൽ സംസാരിക്കുന്നത്. അവരുടെ അവസ്ഥ എന്താണ്? അവർ സംസാരിക്കുന്ന കേട്ടാൽ, ചില കപടന്മാർ സംസാരിക്കുന്ന കേട്ടാൽ അവർ ചിലപ്പോൾ ഇസ്ലാമിന്റെ വലിയ നേതാക്കന്മാരാണ് എന്ന് വരെ നമുക്ക് തോന്നിപ്പോകും. നമ്മൾ അത്ഭുതപ്പെടും. അവർ ചിലപ്പോ പിന്നെ ഖുർആൻ ഓതിയിട്ട് കരയുന്നവരായിരിക്കും, നരകവും സ്വർഗവും ഒക്കെ പ്രസംഗിച്ച ആളുകളെ കരയിപ്പിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ദീനിന്റെ വലിയ
പിന്നെ ആളുകളാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരിക്കും അവരുടെ സംസാരങ്ങൾ. എത്രത്തോളം എന്ന് വെച്ചാൽ അവരെന്തുവരെ ചെയ്യും? ഞങ്ങൾ ഈ പറയുന്നത് തന്നെയാണ് അവരുടെ കൽബിൽ വേറെ ആയിരിക്കും. അവർ ഒറ്റപ്പെട്ടാൽ, ആരും കാണാത്ത അവസ്ഥയിലെത്തിയാൽ അവർ ഹറാമുകളിലും തോന്നിവാസങ്ങളിലും ഒക്കെ മുഴുകുകയും അവർ പ്രസംഗിച്ചതായിരിക്കുകയില്ല അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അവർ ജനങ്ങൾക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കുന്നതായിരിക്കില്ല അവരുടെ രഹസ്യ ജീവിതത്തിൽ ഉണ്ടായിത്തീരുക. അങ്ങനെയുള്ള ആളുകൾ അവര് ജനങ്ങളുടെ മുന്നിൽ വയുഷ്ഹിദുല്ലാഹ അലാ മാ ഫി ഖൽബി, അള്ളാഹു സാക്ഷ്യം, വല്ലാഹി ഞങ്ങളുടെ ഹൃദയത്തിലുള്ളതാണ് ഞങ്ങൾ പറയുന്നത് എന്നൊക്കെ അവർ കളവായി പറയുകയും ചെയ്യും. അതാണ് അവസ്ഥ. ശരി. വഹുവ അലദ്ദുൽ ഖിസാം. എന്നിട്ട് അവരോട് ആരെങ്കിലും അവരുടെ ജീവിതം കണ്ട്, അവരുടെ അവസ്ഥകൾ കണ്ട്, പറയുന്നതല്ല അവരുടെ ജീവിതത്തിലുള്ളത് എന്ന് ബോധ്യപ്പെട്ട് ആരെങ്കിലും അവരോട് സംസാരിക്കാൻ തുനിഞ്ഞാൽ, അവരോട് നന്മ കൽപ്പിക്കാൻ തുടങ്ങിയാൽ, തിന്മയെ വിരോധിക്കാൻ തുടങ്ങിയാൽ, നിങ്ങൾക്ക് അവരെ കാണാം അലദ്ദുൽ ഖിസാം, ഏറ്റവും ശക്തമായി തർക്കിക്കുന്നവരായി നിങ്ങൾക്ക് അവരെ കാണാൻ സാധിക്കും. ശക്തിയായിട്ട് അവർ തർക്കിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. ഈ ഒരു സ്വഭാവം നമുക്കുണ്ടാകാൻ പാടില്ല, അല്ലെ? ചില ആളുകള് അവര് ചില ഇരട്ട നിലപാടുകളൊക്കെ ഉള്ളവരായിരിക്കും. അല്ലെങ്കിൽ ആളുകളുടെ മുന്നിൽ പറയുമ്പോൾ ഓരോ സാഹചര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് എന്ത് ചെയ്യും? ജനങ്ങളുടെ മുന്നിൽ ഒരു മുഖം അവർ വെളിവാക്കുകയും എന്നാൽ അവരുടെ രഹസ്യത്തിൽ വികൃതമായ മറ്റൊരു മുഖം, തിന്മകൾ നിറഞ്ഞ, വഴികേടുകൾ നിറഞ്ഞ മറ്റൊരു മുഖം കൊണ്ടു നടക്കുകയും ചെയ്യുന്ന അത്തരത്തിലാകാൻ നമ്മൾ പാടില്ല എന്നാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി വഇദാ തവല്ല, അടുത്ത ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വഇദാ തവല്ല, അവർ പിന്തിരിഞ്ഞു കളഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ അവരെന്താണ് പറയാ? ഞങ്ങള് പിന്നെ ദീനിന്റെ വലിയ ആളുകളാണ് എന്ന രീതിയിൽ ദീനിയായിട്ട് വലിയ സംസാരിക്കും. എന്നിട്ട് അവർ അള്ളാഹുവിന് സാക്ഷിയും പറയും. എന്ത്? വല്ലാഹി ഞങ്ങളുടെ ഹൃദയത്തിൽ തന്നെയാണുള്ളത്, ഞങ്ങൾ കളവായിട്ട് പറയല്ല, ഞങ്ങൾ ഏറ്റവും നല്ല ആളുകളാണ് എന്നൊക്കെ അവര് വീമ്പിളക്കും, പറയും. എന്നാൽ ഇതാ തവല്ല, അവർ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ, അതായത് അവർ ഈ മുസ്ലിങ്ങളുടെ സദസ്സിൽ നിന്നൊക്കെ തിരിഞ്ഞ് എവിടെയെങ്കിലും ഒറ്റക്ക് പോവുകയാണെങ്കിൽ അവരുടെ അവസ്ഥ എന്താണ്? അവർ ഭൂമിയിലൂടെ സഞ്ചരിക്കും. എന്തിനു വേണ്ടിയാണ് അവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നത്? ലിയുഫ്സിദ ഫീഹാ, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടി അവർ ഭൂമിയിലൂടെ സഞ്ചരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് അവര് മുസ്ലിമീങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ദീനിന്റെ നല്ല ആളുകളായി അഭിനയിക്കുകയും എന്നാൽ അവർ മുസ്ലിമീങ്ങളുടെ സംഘത്തിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന സമയത്ത് അവർ ധാരാളം ഹറാമുകൾ പ്രവർത്തിക്കും, തിന്മകളും വഴികേടുകളും പ്രവർത്തിക്കും. അതിന്റെ പേരിൽ ഭൂമിയിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകും. അതായത് ഹറാമുകൾ വർദ്ധിക്കാന്നുള്ളതാണ് എന്ത്? ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ള വലിയൊരു കാരണം, അല്ലെ? ഹറാമുകൾ അധികരിക്കുക എന്നതാണ് ഭൂമിയിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകാനും ബർക്കത്ത്, അള്ളാഹുവിൽ നിന്നുള്ള ബർക്കത്ത് നഷ്ടപ്പെടാനും ഒക്കെയുള്ള കാരണം. അപ്പോൾ ആ രീതിയിൽ അവർ ഹറാമുകളിൽ മുഴുകി ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കും. അതുപോലെ തന്നെ അവർ കൃഷിയും അതുപോലെ തന്നെ ചെടികളും ഒക്കെ അവരെന്ത് ചെയ്യും? നശിപ്പിക്കുകയും ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ഇതിൽ രണ്ട് കാര്യമുണ്ട്. ചില മുനാഫിക്കുകൾ മുഅ്മിനീങ്ങളുടെ പിന്നെ കൃഷി സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ അവരുടെ കൃഷിക്കും വിളകൾക്കുമൊക്കെ തീയിടുകയും അവരുടെ പിന്നെ ധാന്യങ്ങളും അവരുടെ വിളവുകളും ഒക്കെ നശിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പൊ അവർക്കെതിരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചതാണ് ഈ വാക്കുകൾ. അതോടൊപ്പം മറ്റൊരു കാര്യം, തിന്മകൾ ചെയ്യുന്നതോടുകൂടി, ധാരാളം തിന്മകളും വൃത്തികേടുകളും ചെയ്യുന്നതോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ബർക്കത്ത്, അനുഗ്രഹങ്ങൾ അത് നഷ്ടപ്പെടുകയും അങ്ങനെ കൃഷിയും വിളവുകളും ഒക്കെ ഇല്ലാതായി തീരുകയും ചെയ്യും എന്നുകൂടി മുഫസ്സിറുകൾ പറഞ്ഞത് കാണാൻ സാധിക്കും. ഇമാം സഅദി ആ രീതിയിൽ തഫ്സീറിൽ പിന്നെ പറഞ്ഞത് നമുക്ക് കാണാം. അപ്പൊ എന്താണ്? രഹസ്യമായി ഹറാമുകൾ പ്രവർത്തിക്കുകയും പരസ്യമായി ദീനിന്റെ വലിയ ആളുകളായി നടിക്കുകയും ചെയ്യുന്നവർ
ഭൂമിയിൽ വലിയ കുഴപ്പമാണ് ഉണ്ടാക്കുന്നത് എന്ന് മാത്രമല്ല അവരെ കൊണ്ട് ദുനിയാവിൽ വലിയ നാശമുണ്ട്, അവരെ കൊണ്ട് കൃഷികൾ നശിക്കുകയും അങ്ങനെയുള്ള വലിയ അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എന്ന് അള്ളാഹു നമ്മൾക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഈ ആളുകളോട് ഇങ്ങനെയുള്ള ഒരുത്തനോട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാലോ, അങ്ങനെ പറയപ്പെട്ടാൽ എന്താണ് അവസ്ഥ? ഇക്കൂട്ടരോട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെങ്ങനെയായിരിക്കും പ്രതികരിക്കുക? അവന്റെ അഹങ്കാരം നിമിത്തം, അവന്റെ കിബിർ നിമിത്തം. ഇസ്സത്ത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രതാപല്ല, മറിച്ച് തിന്മകളെ കൊണ്ട് അഭിമാനം കൊള്ളുന്നത് നിമിത്തം. എനിക്ക് ഭയങ്കര ബുദ്ധിയുണ്ട്, ഇവരൊക്കെ മണ്ടന്മാരാണ്, ഇവരെ പറ്റിച്ച് ഞാൻ ജീവിക്കാണ് എന്നൊക്കെയുള്ള തോന്നൽ നിമിത്തം, അവന്റെ അത്തരത്തിലുള്ള കിബിർ നിമിത്തം അവനെ തിന്മയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നാണ് അതിന്റെ അർത്ഥം. അഖദത്ഹുൽ ഇസ്സതു ബിൽ ഇസ്മി, അവന്റെ പ്രതാപം അവനെ തിന്മയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതാക്കി മാറ്റും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാൻ. അപ്പോ അവരോട് അള്ളാഹുവിനെ സൂക്ഷിക്കുക, തഖ്വ പാലിക്കുക എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരുടെ അവസ്ഥ ഇതാണ്. അവർ പറയും, പിന്നെ അവര് തിന്മയോടുള്ള അവരുടെ അഭിനിവേശവും അഭിമാനവും നിമിത്തം അവർ ആ തിന്മയിൽ തന്നെ ഉറച്ചു നിൽക്കുകയും മുസ്ലിമീങ്ങളുടെ ഉപദേശങ്ങളോട് വിസമ്മതം കാണിക്കുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹുവിന്റെ ശക്തമായ താക്കീത് റബ്ബ് പറയാൻ, ഫഹസ്ബുഹു ജഹന്നമു വലബിഅ്സൽ മിഹാദ്. ഫഹസ്ബുഹു, അവനത് മതി, അങ്ങനെയാണ്, അവന് മതിയായതാണ്, അവന്റെ ഈ കളികൾക്കും ഈ അഹങ്കാരത്തിനും ഒക്കെ മതിയായതാണ് എന്ത്? ജഹന്നം, നരകം അവന് മതിയായതാണ്. വലബിഅ്സൽ മിഹാദ്, അത് എത്ര മോശം സങ്കേതമാണ്. അവസാനിക്കാത്ത, ഒരിക്കലും തീരാത്ത ശിക്ഷകൾ നിറഞ്ഞു കിടക്കുന്ന, ഒരു മനുഷ്യനെ ഒരു സെക്കൻഡ് പോലും സഹിക്കാൻ സാധിക്കാത്ത അദാബുകൾ കൊണ്ട് കുത്തി നിറക്കപ്പെട്ട, പുഞ്ചിരിക്കാത്ത, തമ്മിൽ കണ്ടാൽ പുഞ്ചിരിക്കാത്ത മലക്കുകൾ കാവൽ നിൽക്കുന്ന, അള്ളാഹുവിന്റെ ഒരു കൽപ്പന പോലും ധിക്കരിക്കാത്ത കഠിനന്മാരും പരുക്കന്മാരുമായ മലക്കുകൾ കാവലിരിക്കുന്ന, ഓരോ നിമിഷവും രക്ഷപ്പെടാൻ വേണ്ടി മുകളിലേക്ക് കയറി കയറി ചൊല്ലുമ്പോഴൊക്കെ എവിടെ നിന്നാണോ രക്ഷപ്പെടാൻ ശ്രമിച്ചത് അതിനേക്കാൾ താഴെ, അതിനേക്കാൾ കഠിനമായ ശിക്ഷയിലേക്ക് പുറന്തള്ളപ്പെടുന്ന വളരെ ഗുരുതരമായ ഒരു മനുഷ്യൻ, തൻ്റെ ജീവിതത്തിൽ ഒരു വിശ്വാസി ഏറ്റവും ഭയപ്പെടുന്ന നരകം, ആ നരകമായിരിക്കും ഇത്തരം ആളുകളുടെ സങ്കേതം എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, താക്കീത് ചെയ്യുകയാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇങ്ങനെ ഓരോ സന്ദർഭത്തിലും ഓരോ സാഹചര്യത്തിലും ഒക്കെ തങ്ങളുടെ നിലപാടും ആദർശവും ആശയവും ഒക്കെ മറച്ചു വെക്കുകയോ മാറ്റിപ്പറയുകയോ ഒക്കെ ചെയ്യുന്ന ആളുകളുടെ, അത്തരത്തിലുള്ള മുനാഫിക്കുകളുടെ, കപടന്മാരുടെ നിലപാട്, അവരുടെ അവസ്ഥ ഇതായിരിക്കും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയും. അവർ വളരെയധികം ശക്തമായി തർക്കിക്കുന്നവരായിരിക്കും, പക്ഷേ അവരുടെ സങ്കേതം നരകമാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ ഭാഗം നമുക്ക് കേൾക്കാം. في الدنيا وما له سريع الحساب إنكم إليه تحشرون ومن الناس من يعجبك قوله في الحياة الدنيا ويشهد الله على ما في قلبه وهو ألد الخصام وإذا تولى سعى في الأرض ليفسد فيها ويهلك الحرث والنسل والله لا يحب الفساد وإذا قيل له اتق الله أخذته العزة بالإثم
فحسبه جهنم ولبئس المهاد ومن الناس من يشري نفسه ابتغاء مرضات الله والله رؤوف بالعباد. ഇനി അടുത്ത ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് സംസാരിക്കാൻ എന്താണ്? ഇപ്പൊ മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞു. ആത്മാർത്ഥതയില്ലാത്ത, ഹൃദയത്തിൽ വിശ്വാസമില്ലാത്ത കപടന്മാരായ മുനാഫിക്കുകളുടെ ദുരന്തം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇനി ഹൃദയത്തിൽ ആത്മാർത്ഥതയുള്ള, ദുനിയാവിന് വേണ്ടി ദീനിനെ ദീനിനെ നഷ്ടപ്പെടുത്താത്ത, മറിച്ച് ദീനിന് വേണ്ടി ദുനിയാവിൽ എന്തും നഷ്ടപ്പെടുത്താൻ തയ്യാറുള്ള യഥാർത്ഥ വിശ്വാസികളുടെ ഉദാഹരണമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തുകളിലൂടെ നമ്മൾക്ക് പഠിപ്പിച്ചത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇതൊക്കെ സൂറത്ത് ബഖറയിൽ അള്ളാഹു പറയുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? അൽ ഈമാനു വൽ ഇസ്തിസ്ലാം. അതാണ് സൂറത്ത് ബഖറിന്റെ ലക്ഷ്യം, അല്ലെ? ഈമാനോടുകൂടി എങ്ങനെ ജീവിക്കണം, അതിന്റെ മാർഗങ്ങൾ എന്താണ്, ഹിദായത്തിന്റെ വഴി എന്താണ്? സൂറത്ത് ബഖറയുടെ തുടക്കം മുതൽ അതല്ലേ പറയുന്നത്, അല്ലെ? എന്താണ്? ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ ഫമൻ തബിഅ ഹുദായ, അല്ലെ? നമ്മൾ തുടക്കത്തിൽ പഠിച്ചു, അള്ളാഹുവിന്റെ ഹിദായത്ത് നിങ്ങൾക്ക് വന്നെത്തുമ്പോൾ അത് പിന്തുടരാം. അപ്പൊ ആ ഹിദായത്ത് എങ്ങനെയാണ് പിന്തുടരേണ്ടത്, അതിൽ നിന്ന് തെറ്റിപ്പോയ വിവിധ വിഭാഗങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നൊക്കെയുള്ള വിശദീകരണങ്ങളും വിശകലനങ്ങളുമാണ് ഈ ആയത്തിലൂടെ ഈ സൂറത്തിലൂടെ പ്രധാനമായി അള്ളാഹു ലക്ഷ്യമാക്കിയിട്ടുള്ളത്. അപ്പൊ വമിനന്നാസി വമിനന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ വേറെ ചില ആളുകളുണ്ട്. അപ്പൊ ആദ്യം മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ വമിനന്നാസ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു തുടങ്ങി. ഇനി മുഅ്മിനീങ്ങളെ കുറിച്ച് അള്ളാഹു പറയാൻ, വമിനന്നാസി, ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്, മൻ യശ്രി നഫ്സഹു. മൻ യശ്രി, ഷറാ യശ്രി എന്ന് പറഞ്ഞാൽ വാങ്ങി എന്നും അർത്ഥമുണ്ട്, വിറ്റു എന്നർത്ഥമുണ്ട്. ഇപ്പൊ ഇവിടെ വിറ്റു എന്നുള്ള അർത്ഥമാണ്. അതായത് പിന്നെ വിറ്റൊഴിവാക്കിയിട്ടുണ്ടല്ലോ, നമ്മളെ കയ്യിലുള്ള ഒരു സാധനം പകരം എന്തെങ്കിലും തിരിച്ചു വാങ്ങിയിട്ട് കൊടുക്കുക, അല്ലെ? വിൽപ്പന നടത്തുക. വമിനന്നാസി മൻ യശ്രി നഫ്സഹു, തന്റെ സ്വന്തത്തെ തന്നെ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുന്ന, അള്ളാഹുവിന് വേണ്ടി വിൽപ്പന നടത്തുന്ന ആളുകളുണ്ട്. എന്താണ് അവന് പകരം കിട്ടുന്നത്? ഇപ്പൊ നമ്മളൊരു സാധനം വെക്കുമ്പോൾ നമുക്ക് പകരം പൈസ കിട്ടും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കിട്ടും. എന്നാൽ സ്വന്തം നഫ്സിനെ അള്ളാഹുവിന് വേണ്ടി വിൽപ്പന നടത്തുന്നവർക്ക് എന്താണ് കിട്ടുന്നത്? ഇബ്തിഗാഅ മർദാത്തില്ലാഹ്, അള്ളാഹുവിന്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് സ്വന്തം നഫ്സിനെ വിലക്ക് വെക്കുന്ന ചില ആളുകളുണ്ട്. വല്ലാഹു റഊഫും ബിൽ ഇബാദ്, വല്ലാഹു റഊഫും ബിൽ ഇബാദ്, അള്ളാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകളെ കുറിച്ച് വളരെയധികം റഅഫത്തുള്ള, സ്നേഹബന്ധമുള്ളവനാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാൻ. അവരുടെ കാര്യങ്ങളിൽ വളരെയധികം പരിഗണനയുള്ളവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്താൻ. ഈ ആയത്ത് പ്രത്യേകിച്ച് ഒരു സഹാബിയെ കുറിച്ചാണ് ഇറങ്ങിയിട്ടുള്ളത്. ഈ ആയത്ത് ഒരു സഹാബിയെ കുറിച്ചാണ് ഇറങ്ങിയിട്ടുള്ളത്. സുഹൈബ് അർ-റൂമി റളിയല്ലാഹു അൻഹു. സുഹൈബ് അർ-റൂമിയെ കുറിച്ചാണ് ഈ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത്. ശരി, എന്താണ് സുഹൈബ് അർ-റൂമിയുടെ സംഭവം? സുഹൈബ് അർ-റൂമി റളിയല്ലാഹു അൻഹു മഹാനായ സ്വഹാബിയായിരുന്നു. അദ്ദേഹത്തിന് നല്ല പ്രായം ഉണ്ടായിരുന്നു. സുഹൈബ് അർ-റൂമിക്ക് നല്ല പ്രായമുള്ള ഒരു സ്വഹാബിയായിരുന്നു. അങ്ങനെ അദ്ദേഹം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാൻ വേണ്ടി തീരുമാനിച്ചു. അത്യാവശ്യം സമ്പത്തൊക്കെയുള്ള, റോമിൽ നിന്ന് മക്കയിലേക്ക് താമസം മാറിയ, അവിടെ കച്ചവടമൊക്കെ ചെയ്ത് അത്യാവശ്യ സമ്പത്തും സ്വത്തും വീടും സ്ഥലവും ഒക്കെ ഉണ്ടായിരുന്ന ആളായിരുന്നു സുഹൈബ് അർ-റൂമി റളിയല്ലാഹു അൻഹു. അപ്പൊ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും അങ്ങനെ ഹിജ്റ പോകാൻ വേണ്ടി യാത്ര പുറപ്പെടുകയും ചെയ്തു. ആ പോകുന്ന ഘട്ടത്തിൽ വഴിയിൽ വെച്ച് മക്കയിലെ മുശ്രിക്കുകൾ അദ്ദേഹത്തെ തടഞ്ഞു നിർത്താൻ, നിങ്ങൾ ഇവിടെ വെച്ച് ആണ് ഈ നിങ്ങളുടെ സമ്പത്തൊക്കെ സമ്പാദിച്ചത്, നിങ്ങളുടെ പണവും സ്ഥലവും സമ്പാദ്യവും വീടും ഒക്കെ നിങ്ങൾ ഈ മക്കയിൽ വെച്ച് ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പോവുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഞങ്ങൾ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന രീതിയിൽ അവര് തടഞ്ഞു വെച്ചു. അപ്പൊ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു പറഞ്ഞു,
അന ഷെയ്ഖുൻ കബീർ, ഞാൻ വളരെ പ്രായമുള്ള വലിയ വയസ്സായ ഒരാളാണ്. എന്നെ നിങ്ങൾ ഒന്നും ലാ യദുറുക്കും ഇൻ കുൻതു മഅക്കും ഔ അലൈക്കും, ലാ യദുറുക്കും ഇൻ കുൻതു മഅക്കും ഔ അലൈക്കും, ഞാൻ നിങ്ങളുടെ കൂടെയാണെങ്കിലും നിങ്ങളുടെ എതിരാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദ്രവം വരുത്താൻ എനിക്ക് സാധിക്കുകയില്ല. ഏതെങ്കിലും യുദ്ധത്തിൽ പങ്കെടുത്ത് നിങ്ങൾക്കെതിരെ അക്രമം അഴിച്ചുവിടാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആ രീതിയിലുള്ള പിന്നെ പരിക്കേൽപ്പിക്കാനോ ഒന്നും എനിക്ക് സാധിക്കുകയില്ല. കാരണം ഞാൻ നല്ല പ്രായമുള്ള ഒരാളാണ്. അതുകൊണ്ട് എൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, പേടിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ് വലി അലൈക്കും ഹഖുൽ ജിവാരി, അതുപോലെ നിങ്ങളുടെ നല്ല അയൽവാസി എന്ന നിലക്ക് നിങ്ങളുടെ മേൽ നല്ല അയൽപക്ക ബന്ധം പുലർത്തണം എന്ന എന്താണ് ബാധ്യത നിങ്ങൾക്കുണ്ട്. ഫഖുദൂ മാലി ഗൈറ റാഹില, എൻ്റെ ഈ വാഹനം ഒഴികെയുള്ള എൻ്റെ സമ്പത്ത് മുഴുവൻ നിങ്ങൾ എടുത്തോളൂ, പക്ഷെ നിങ്ങൾ എന്നെ വെറുതെ വിടണം. ഉത്രുകൂനി വദീനി, എന്നെയും എൻ്റെ ദീനിനെയും നിങ്ങൾ വെറുതെ വിടണം. അതായത് ഞാൻ എൻ്റെ ദീനുമായി ഏതെങ്കിലും ഒരു നാട്ടിൽ പോയി താമസിച്ച് ജീവിച്ചു കൊള്ളാം, എന്നെയും എൻ്റെ ദീനിനെയും നിങ്ങൾ ഉപേക്ഷിക്കണം. എന്നോട് ദീനെ കൈയൊഴിയാൻ നിങ്ങൾക്ക് ആവശ്യപ്പെടരുത്. എൻ്റെ മുഴുവൻ സമ്പത്തും നിങ്ങൾ എടുത്തുകൊള്ളൂ, എനിക്ക് ഈ ഒരു വാഹനം മാത്രം മതി, ഞാൻ യാത്ര ചെയ്ത് പൊയ്ക്കൊള്ളാം എന്ന് സുഹൈബ് റൂമി തൻ്റെ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചുണ്ടാക്കിയ സമ്പത്ത് മുഴുവനും മുശ്രിക്കുകൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനെ സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം മക്കയുടെ അതിർത്തി കടക്കാൻ വേണ്ടി സംസാരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്നെ നിസ്കരിക്കുന്നതിനെ തൊട്ട് നിങ്ങൾ എന്നെ തടയരുത്, ഞാൻ നിസ്കരിക്കും, എൻ്റെ നിസ്കാരം നിങ്ങൾ എന്നെ തടയരുത്. അതുപോലെ ഞാൻ ഈ നാട്ടിൽ നിന്ന് ഹിജ്റ പോകുന്നതിനെയും നിങ്ങൾ തടയരുത്. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ മുഴുവൻ സ്വത്ത് എടുക്കുക, എനിക്ക് ഈ വാഹനം മാത്രം മതി എന്ന് അദ്ദേഹം കരാറ് പറയാൻ. അങ്ങനെ കുറച്ച് ദിവസം കൂടി മക്കയിൽ താമസിച്ച് അദ്ദേഹം കുറച്ച് ദിവസം കൂടി അവിടെ താമസിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, മദീനയിലേക്ക് തൻ്റെ വാഹനപ്പുറത്ത് യാത്ര പുറപ്പെടുകയാണ്. അങ്ങനെ യാത്ര സുഹൈബ് റൂമിയുടെ ഈ യാത്ര പൂർത്തിയായി അദ്ദേഹം മദീനയിൽ എത്തുന്നതിന് മുമ്പാണ് ഈ ആയത്തിറങ്ങുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുകയും കാണുകയും ചെയ്യുന്നുണ്ട്. അള്ളാഹു ഈ ആയത്തിറക്കുന്നപ്പോഴാണ് വമിനന്നാസി മൻ യശ്രി നഫ്സഹു ഇബ്തിഗാഅ മർദാത്തില്ലാഹ്, അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് സ്വന്തത്തെ തന്നെ അള്ളാഹുവിന് വേണ്ടി വിൽപ്പന നടത്തുന്നവർ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന ആയത്ത് സുഹൈബ് റൂമി മദീനയിൽ എത്തുമ്പോഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. അങ്ങനെ മദീനയുടെ അതിർത്തി കടന്ന് സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കാണാൻ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കണ്ട ഉടനെ അദ്ദേഹത്തോട് പറഞ്ഞു, നസലത് ഫീക ഹാദിഹിൽ ആയ, നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. എന്താണ് സന്തോഷ വാർത്ത? പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് താങ്കളുടെ കാര്യത്തിലാണ് ഇറങ്ങിയത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്കി, സുബ്ഹാനല്ലാഹ്, എന്തൊരു സന്തോഷവും സംതൃപ്തിയുള്ള സമയമായിരിക്കും. മുഴുവൻ സ്വത്തും സമ്പത്തും ഒരു പ്രായമായൊരു മനുഷ്യൻ, അയാൾ അത്രയും കാലം അധ്വാനിച്ചും കച്ചവടം ചെയ്തുണ്ടാക്കിയത് മുഴുവനും ഉപേക്ഷിച്ച് ഒരു വാഹനപ്പുറത്ത് കയറി വരികയാണ്. അപ്പൊ വരുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സന്തോഷ വാർത്ത പറയാൻ, നിങ്ങളുടെ പേരിൽ ഒരു ആയത്തിറങ്ങിയിട്ടുണ്ട്, അത് അള്ളാഹുവിന്റെ അംഗീകാരം കിട്ടുന്ന മനോഹരമായ ഈ ആയത്താണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കണ്ടപ്പോൾ പറഞ്ഞു, റബഹ അൽ ബൈഉ യാ അബാ യഹ്യ. അബൂ യഹ്യ അദ്ദേഹത്തിന്റെ കുനിയത്താണ് സുഹൈബ് റൂമിയുടെ. അബൂ യഹ്യ, താങ്കളുടെ കച്ചവടം വലിയ ലാഭത്തിലായിരിക്കുന്നു, താങ്കളുടെ കച്ചവടത്തിൽ വലിയ ലാഭം നേടിയിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനെ ഉണർത്തുകയാണ്, അറിയിക്കുകയാണ്. ശരി, ഇനി റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സുഹൈബ് റൂമിയുടെ ഉദാഹരണം നമ്മുടെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾക്ക് അല്ലാഹു നൽകുന്ന ഉപദേശം എന്താണ്, നമ്മളോട് അല്ലാഹു നൽകുന്ന ഉപദേശം എന്താണ്? യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഇസ്ലാമിൽ സമ്പൂർണമായി പ്രവേശിക്കുക. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഇസ്ലാമിൽ പൂർണ്ണമായി പ്രവേശിക്കുക.
ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു കാര്യം അത് ഞങ്ങളെ നാട്ടിൽ പറ്റൂല, അത് എൻ്റെ കുടുംബത്തിൽ നടക്കുകയില്ല, ഇന്ന സാഹചര്യങ്ങളിലൊക്കെ അത് പറ്റുകയില്ല എന്ന് പറഞ്ഞ് ഇസ്ലാമിന്റെ ഏതെങ്കിലും കാര്യങ്ങളെ തള്ളിപ്പറയാൻ നമുക്ക് സാധിക്കുകയില്ല. ശരിയാണ്, ചില സന്ദർഭങ്ങളിൽ ഇസ്ലാമിന്റെ എല്ലാ നിയമങ്ങളും നമുക്ക് പാലിക്കാൻ സാധിക്കണമെന്നില്ല, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് പിന്നെ സംസാരിക്കാനോ പറയാനോ ഒക്കെ പറ്റണം എന്നില്ല. എന്ന് വെച്ച് ഇസ്ലാമിന്റെ അത്തരം കാര്യങ്ങൾ നിഷേധിക്കാൻ പറ്റുമോ? അതൊന്നും ദീനിൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതൊരിക്കലും പറ്റുകയില്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ദുഖുലു ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഇസ്ലാമിൽ സമ്പൂർണമായി പ്രവേശിക്കുക. നിങ്ങൾക്ക് കഴിയുന്നത്ര അള്ളാഹുവിന്റെ കൽപ്പനകൾ നിങ്ങൾ പാലിക്കുകയും ഹറാമുകൾ പൂർണ്ണമായി ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് അതിന്റെ അർത്ഥം. ശരി, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് അങ്ങനെ കൽപ്പിക്കുകയാണ്, വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ. അങ്ങനെ നിങ്ങൾ ഇസ്ലാമിലേക്ക് സമ്പൂർണമായി പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് തെറ്റിപ്പോകുന്ന രീതിയിൽ വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, പിശാചിന്റെ കാലടിപ്പാടുകൾ നിങ്ങൾ പിന്തുടരാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തണം. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, ആ പിശാച് അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് എന്ന് അല്ലാഹു പറയണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സുബ്ഹാനല്ലാഹ്, ഈ ആയത്തിനൊരു വലിയ പ്രത്യേകത ഇല്ലേ നമ്മുടെ സൂറത്തിന്റെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട്, അല്ലേ? അതായത് സൂറത്ത് ബഖറയുടെ മഖ്സദ്, അതിന്റെ അവതരണ ലക്ഷ്യം നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അതുമായി വളരെയധികം ബന്ധമുള്ള ഒരായത്താണ്, അല്ലേ? എന്താണ്? ഇസ്ലാമിലേക്ക് സമ്പൂർണമായി പ്രവേശിക്കണം. അള്ളാഹു നമ്മൾ പറഞ്ഞതുപോലെ അൽ ഇസ്തിസ്ലാം, അല്ലെ? ഇസ്ലാമില് അള്ളാഹുവിന് കീഴൊതുങ്ങി മുസ്ലിമായി ജീവിക്കുക എന്നത്. അപ്പൊ യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ, അതുപോലെ ഇസ്ലാമിൽ നിന്ന് തെറ്റിപ്പോകാതെ സൂക്ഷിച്ചു ജീവിക്കുക. വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, നിങ്ങൾ പിശാചിന്റെ കാലടികൾ പിന്തുടരാൻ പാടില്ല. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശൈത്താനിനെ കുറിച്ച് പറഞ്ഞു, ഇന്നമാ യഅ്മുറുക്കും ബിസ്സൂഇ വൽ ഫഹ്ശാഇ വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ. ഇന്നമാ യഅ്മുറുക്കും ബിസ്സൂഇ വൽ ഫഹ്ശാ, തിന്മകളും മ്ലേച്ഛതകളും പ്രവർത്തിക്കാനാണ് ശൈത്താൻ നിങ്ങളോട് കൽപ്പിക്കുക. വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, അല്ലാഹുവിന്റെ പേരിൽ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ ദീനിന്റെ പേരിൽ കെട്ടിച്ചമച്ച് പറയാനുമാണ് ശൈത്താൻ നിങ്ങളോട് കൽപ്പിക്കുക എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്, താക്കീത് ചെയ്യുകയാണ്. അപ്പൊ സഹോദരന്മാരെ, സഹോദരിമാരെ, വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ എടുക്കേണ്ട, ഹൃദയത്തിൽ ഉറപ്പിച്ചു വെക്കേണ്ട ആയത്താണ് യാ അയ്യുഹല്ലദീന ആമനു ദുഖുലു ഫിസ്സിൽമി കാഫ. ദീനിന്റെ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ നിഷേധിച്ച് തള്ളാനോ അല്ലെങ്കിൽ അവഗണിക്കാനോ പാടില്ല. പരമാവധി ദീനിന്റെ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരികയും സമ്പൂർണമായി ദീനിൽ പ്രവേശിക്കുകയും ചെയ്യുക. ശരി, നേരത്തെ പറഞ്ഞ പോയിന്റ് പ്രത്യേകം ഓർമ്മിക്കാം. ഇപ്പൊ ഏതെങ്കിലും ഒരു നിർബന്ധിത ഘട്ടത്തിൽ നമ്മൾക്ക് ദീനിന്റെ ഏതെങ്കിലും ഒരു കാര്യം പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല എന്ന് വെച്ച് അത് ദീനിലില്ല എന്നോ അല്ലെങ്കിൽ അതിന് വിരുദ്ധമായി നമ്മൾ ദീനിനെ വളച്ചൊടിക്കുമെന്ന് ചെയ്യാൻ പാടില്ല. മറിച്ച് നമ്മുടെ കൽബിൽ അതിന്റെ ആ വിശ്വാസം നിലനിർത്താം. നമുക്കത് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ കൂടി നിർബന്ധിതമായ അപകടകരമായ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ എത്തിയാൽ, മനസ്സിലായില്ലേ? അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ശരി, ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് വീണ്ടും ഈ ഹിദായത്തിൽ ഉറച്ചു നിൽക്കാനും അതിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കാനുമുള്ള നിർദ്ദേശങ്ങളും ഓർമ്മപ്പെടുത്തലുകളും ഒക്കെയാണ് നമുക്ക് നൽകുന്നത്. ഫഇൻ സലൽതും, അല്ലാഹു അക്ബർ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഫഇൻ സലൽതും മിൻ ബഅദി മാ ജാഅത്കുമുൽ ബയ്യിനാത്ത്, നിങ്ങൾക്ക് കൃത്യമായ ബയ്യിനാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? കൃത്യമായ അറിവ്, വിജ്ഞാനം, കൃത്യമായ ഓർമ്മപ്പെടുത്തലുകൾ അത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടും നിങ്ങൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി ഇന്നതാണ് ഹക്ക്, ഇന്നതാണ് അഹ്ലുസുന്നയുടെ നിലപാട്, എന്നതാണ് ഇസ്ലാമിന്റെ നിലപാട് എന്ന് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായി, ബോധ്യപ്പെട്ടു, എന്നിട്ട് നിങ്ങളുടെ കാലടികൾ നിങ്ങൾ തെറ്റിക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഹിദായത്തിൽ നിന്ന് തെറ്റിപ്പോവുകയാണ് എങ്കിൽ, ഫഇൻ സലൽതും മിൻ ബഅദി മാ ജാഅത്കുമുൽ ബയ്യിനാത്ത്, നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ട ശേഷവും നിങ്ങൾ ഈ നന്മയിൽ നിന്ന്, ഹിദായത്തിൽ നിന്ന്
നിങ്ങളുടെ കാൽ ഇടറിപ്പോവുകയാണ് എങ്കിൽ, അറിയാതെ ഇടറിപ്പോകുന്നല്ല, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തെറ്റിപ്പോവുകയാണ് എങ്കിൽ, ഫഅലമു, നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, അള്ളാഹുവിന്റെ താക്കീതാണ്, അന്നല്ലാഹ അസീസുൻ, അള്ളാഹു വലിയ പ്രതാപിയാണ്. നിങ്ങൾ തെറ്റിപ്പോയി എന്നതുകൊണ്ട് അള്ളാഹുവിന്റെ ഒരു നഷ്ടവും ഉണ്ടാവുകയില്ല, മറിച്ച് അള്ളാഹുവിന്റെ കടുത്ത ശിക്ഷ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾ ഓർമ്മിക്കുക. അള്ളാഹു അന്നല്ലാഹ അസീസുൻ, അള്ളാഹു പ്രതാപശാലിയാണ്. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഒരാൾക്കും ഓടി രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ അദാബ്, അള്ളാഹു ഒരാളെ പിടികൂടണമെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവന്റെ മുന്നിൽ ആ ശിക്ഷ അവന് ആസ്വദിച്ചേ മതിയാവുകയുള്ളൂ എന്ന് റബ്ബ് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനിയോ വീണ്ടും അള്ളാഹു പറയുന്നു, അസീസുൻ ഹക്കീം, അള്ളാഹു ഹക്കീമാണ്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്റെ വിധിവിലക്കുകൾ, തന്റെ ദീൻ, തന്റെ ഹിദായത്തിന്റെ കാര്യങ്ങൾ സുവ്യക്തമായി ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ വളരെയധികം ഹിക്മത്തുള്ളവനാണ്. അതിൽ ഏറ്റവും നല്ല രീതിയിൽ ദീനിനെ നമുക്ക് പഠിപ്പിച്ചു തന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന് റബ്ബ് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇങ്ങനെ ഹിദായത്തൊക്കെ മനസ്സിലായ ശേഷവും അതിൽ നിന്ന് തെറ്റിക്കളയുകയും ദീനിൽ സമ്പൂർണമായി പ്രവേശിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരോട് അള്ളാഹു ചോദിക്കുകയാണ്, ഹൽ യൻദുറൂൻ, അവരെന്ത് നോക്കിയിരിക്കുകയാണ്? അവര് നോക്കിയിരിക്കുകയാണോ? ഇല്ലാ അൻ യഅതിയഹുമുല്ലാഹു ഫീ ദുലലിൻ മിനൽ ഗമാമി വൽ മലായിക, ഖിയാമത്ത് നാളിൽ, യൗമുൽ ഖിയാമയിൽ, മഹ്ശറിൽ വെച്ച് ആളുകളെല്ലാം വസ്ത്രമില്ലാതെ, ചെരുപ്പില്ലാതെ, ഒറ്റക്കൊറ്റക്ക്, എന്റെ കാര്യം നഫ്സി, എന്റെ കാര്യം എന്ന് ചിന്തിച്ചുകൊണ്ട് ചുണ്ടുകൾ കൂട്ടിയിടിക്കുന്ന, പേടിച്ചു വിറക്കുന്ന ശബ്ദമല്ലാതെ മറ്റൊരാളും അന്യോന്യം സംസാരിക്കാതെ ഭയവിഹ്വലരായിക്കൊണ്ട് വിയർപ്പിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന മഹ്ശറിന്റെ നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു അവരുടെ അടുക്കിലേക്ക് വരുന്നതിനെയാണോ അവർ നോക്കിയിരിക്കുന്നത്? അതായത് ഖിയാമത്ത് നാള് വരുന്നത് വരെ ഇങ്ങനെ സുഖിച്ച് തോന്നിയതുപോലെ ആളുകളെ വഞ്ചിച്ച് ജീവിക്കാമെന്നാണോ ഇവർ വിചാരിക്കുന്നത്? എന്താണ് ഇവർ കാത്തിരിക്കുന്നത്? എന്താണ് ഇവർ നോക്കിയിരിക്കുന്നത് എന്ന അർത്ഥത്തിൽ അള്ളാഹു താക്കീത് കൊടുക്കുകയാണ്. കാർമേഘങ്ങളുടെ തണലുകളിലായിക്കൊണ്ട് അള്ളാഹുവും അവന്റെ മലക്കുകളും അവർക്കിടയിലേക്ക് വിചാരണക്ക് വേണ്ടി കടന്നു വരുന്നതിനെയാണോ അവർ നോക്കി ഇങ്ങനെ കാത്തിരിക്കുന്നത്? എന്താണ് അവർക്ക് പറ്റിയത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അപ്പോൾ ഖിയാമത്ത് നാളിൽ ഈ ഇസ്ലാമിനെ ഉപേക്ഷിക്കുന്ന ആളുകൾ അവർ കാത്തിരിക്കുന്നത് ഖിയാമത്ത് നാൾ വരാനാണോ എന്നുള്ള ചോദിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വഖുദിയൽ അംറു, അങ്ങനെ കാര്യങ്ങൾ അള്ളാഹു തീരുമാനിക്കുകയും അവരുടെ നാശം, അവരുടെ ശിക്ഷ അള്ളാഹു തീരുമാനിക്കുകയും ചെയ്യാൻ വേണ്ടിയാണോ അവർ കാത്തിരിക്കുന്നത്? അള്ളാഹു ശിക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിങ്ങനെ കാത്തിരിക്കുകയാണോ അവർ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. വഇലല്ലാഹി തുർജഉൽ ഉമൂർ, അള്ളാഹുവിലേക്കാണല്ലോ കാര്യങ്ങളെല്ലാം മടക്കപ്പെടുന്നത്. വഞ്ചിക്കുന്നവരുടെ വഞ്ചനയും അതുപോലെ തന്നെ ഇസ്ലാമിലേക്ക് സമ്പൂർണമായി പ്രവേശിക്കാതെ ഇസ്ലാമിന്റെ ആദർശങ്ങളെ, വിശ്വാസാചാരങ്ങളെ നിഷേധിച്ച് തള്ളുകയും ചെയ്യുന്ന, തങ്ങളുടെ സൗകര്യത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച് ദീനിനെ മാറ്റിമറിക്കുകയും വളച്ചൊടിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരോട് അള്ളാഹുവിന്റെ ശക്തമായ താക്കീതാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഈ ഭാഗം നമ്മൾക്ക് കേട്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരായത്ത് കൂടി നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇത്രയും അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ താക്കീത് ഇസ്ലാമിലേക്ക് ശരിയായ രീതിയിൽ പ്രവേശിക്കാത്തവർക്കുള്ള ഉണർത്തലായിക്കൊണ്ട് അള്ളാഹു പറഞ്ഞു. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താണ്? ഇസ്ലാമിൽ എല്ലാ നിഅമത്തുകളും കിട്ടി, ഹക്കൊക്കെ മനസ്സിലായി, സത്യമൊക്കെ ബോധ്യപ്പെട്ടു, എന്നിട്ട് അതിൽ നിന്ന് തെറ്റിപ്പോയ ഏറ്റവും വലിയ ഉദാഹരണം എന്താണ്? അത് ബനു ഇസ്രായേലികൾ തന്നെയാണ്. അതുകൊണ്ട് അള്ളാഹു വീണ്ടും ബനു ഇസ്രായേലികളുടെ കാര്യം ചോദിക്കുകയാണ്. സൽ, മുഹമ്മദ് നബിയെ താങ്കൾ ചോദിക്കൂ, നബിയെ നിങ്ങൾ ചോദിക്കൂ, ബനി ഇസ്രായേല, ബനു ഇസ്രായേലുകളോട് നിങ്ങൾ ചോദിക്കൂ. അവരെ ഓർമ്മപ്പെടുത്താനും അവരെ ചിന്തിപ്പിക്കാനും വേണ്ടിയാണ് ഈ ചോദ്യം ചോദിക്കാനും പറയുന്നത്. കം ആതൈനാഹും മിൻ ആയത്തിൻ, കം ആതൈനാഹും മിൻ ആയത്തിൻ, എത്ര ദൃഷ്ടാന്തങ്ങളാണ് അവർക്ക് വന്നെത്തിയിട്ടുള്ളത്.
എത്രയെത്ര അള്ളാഹുവിന്റെ ആയത്തുകളാണ് അവർക്ക് വന്നിട്ടുള്ളത്. ബയ്യിനത്തിൻ, ഹക്കും ബാത്തിലും ഒക്കെ വേർതിരിക്കുന്ന, സത്യാസത്യങ്ങളെ ബോധ്യപ്പെടുത്തുന്ന എത്ര എത്ര ദൃഷ്ടാന്തങ്ങളും ആയത്തുകളുമാണ് അവർക്ക് വന്നെത്തിയിട്ടുള്ളത്. വമൻ യുബദ്ദിൽ നിഅമതല്ലാഹി മിൻ ബഅദി മാ ജാഅത്ഹു, അങ്ങനെ അള്ളാഹുവിന്റെ നിഅമത്തായി, അനുഗ്രഹമായി കൊണ്ട് ഹക്ക് വെളിപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്കൊരു വിശദീകരണം കിട്ടിയ ശേഷവും ആരെങ്കിലും അതിനെ മാറ്റിമറിക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ ആ ഹിദായത്തിൽ നിന്ന് ആരെങ്കിലും തെറ്റിപ്പോവുകയാണ് എങ്കിൽ അവരറിഞ്ഞുകൊള്ളുക, ഫഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്, അള്ളാഹുവിന്റെ ശിക്ഷ കാഠിന്യമുള്ളതാണ് എന്ന് അവരറിഞ്ഞുകൊള്ളുക എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്താണ്. അപ്പോ ഹിദായത്ത് കിട്ടിയ ശേഷം, സത്യം മനസ്സിലാക്കിയ ശേഷം, അറിവുള്ള ആളുകൾ, വിജ്ഞാനമുള്ള ആളുകൾ ശരിയായ മാർഗദർശനം നമുക്ക് നൽകിയ ശേഷം വീണ്ടും ദുന്യവിയായ താല്പര്യങ്ങളുടെ പേരിൽ ആരെങ്കിലും ഹിദായത്തിൽ നിന്ന് തെറ്റിപ്പോവുകയാണ് എങ്കിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ഫഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന കാര്യം അവർ ഓർമ്മിച്ചു കൊള്ളട്ടെ എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ഭാഗം നമുക്ക് കേൾക്കാം ഇൻഷാ അള്ളാഹ്. ഒരു മിനിറ്റ്. جهنم ولبئس المهاد ومن الناس من يشري نفسه ابتغاء مرضات الله والله رؤوف بالعباد يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين فإن زللتم من بعد ما جاءتكم البينات فاعلموا أن الله عزيز حكيم هل ينظرون إلا أن يأتيهم الله في ظلل من الغمام والملائكة وقضي الأمر وإلى الله ترجع الأمور سل بني إسرائيل كم آتيناهم من آية بينة ومن يبدل نعمة الله من بعد ما جاءته فإن الله شديد العقاب زين للذين كفروا الحياة الدنيا ويسخرون من الذين آمنوا والذين اتقوا فوقهم يوم القيامة والله يرزق من يشاء بغير حساب. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ വഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.